വചനമൊഴി. ഉയർപ്പുകാലം 3-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 3:1-12, എസെക്കിയേൽ 34:20-26, എഫേസൂസ് 4:7-16, യോഹന്നാന്റെ സുവിശേഷം 21:15-19. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉയർപ്പുകാലം 3-ാം ഞായറാഴ്ച ദൈവവചനം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഉത്ഥിതനായ മിശിഹ ഏൽപ്പിക്കുന്ന ഇടയ ദൗത്യത്തിലേക്കാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹ തിബേരിയോസ് കടൽ തീരത്ത് മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അത്ഭുതകരമായ മീൻപിടുത്തവും പ്രാതലും കഴിഞ്ഞതിന് ശേഷം പത്രോസ് സ്ലീഹായ്ക്ക് അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നു. ഇപ്രകാരം ഒരു ദൗത്യമേൽപ്പിക്കലിന്റെ വിവരണമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്നത്. മോശ തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ദൈവത്തെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഉടനീളം കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 48:15, 49:24, മിക്ക 7:14, സങ്കീർത്തനം 23, 68:10, 80:1, ഏശയ്യ 40:11, ജെറമ്യ 30:10 ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഇടയന്മാരായിരുന്നവരെ വിളിച്ച് ദൈവം തന്റെ ജനതയെ നയിക്കാൻ നിയോഗിക്കുന്നു. മോശ, ജോഷുവ, ദാവീദ്, ആമോസ് എന്നിവർ ഉദാഹരണങ്ങളാണ്. ദൈവജനത്തെ അജഗണമായും ചിത്രീകരിക്കുന്നുണ്ട്. സങ്കീർത്തനം 74:1, 73:13. ആടുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഇടയനെ കുറിച്ച് പ്രവാചകന്മാർ പറയുന്നുണ്ട്. എസെക്കിയേൽ 34, സെഫാനിയ 3:19, മിക്ക 2:12. മോശ ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ മലയായ ഹൊറേബിലെത്തി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രതിപാദ്യം സീനായ് മല തന്നെയാണ്. സീനായ് മലനിരകളിലെ ഒരു മലയാണ് ഹൊറേബ്. അതിനാൽ ഈ മലയെ ഹൊറേബ് മലയെന്നും സീനായ് മലയെന്നും വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ വിളിക്കുന്നുണ്ട്. ദൈവം അവിടെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പിന്നീട് ഇസ്രായേൽ ചരിത്രത്തിൽ ഈ മല ദൈവത്തിന്റെ മല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുറപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് ഈ സംഭവത്തിനും വളരെ കാലത്തിന് ശേഷമായതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുമ്പോൾ ദൈവത്തിന്റെ മല എന്ന് വിളിക്കുന്നത്. ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. മോശയ്ക്ക് മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിനെ മനുഷ്യാവതാരത്തിന്റെ പ്രതിരൂപമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കത്തുന്നുണ്ടെങ്കിലും എരിഞ്ഞു ചാമ്പലാകുന്നില്ല എന്നതിനെ മനുഷ്യനായി അവതരിച്ചുവെങ്കിലും ദൈവത്വം ഇല്ലാതാകാതിരുന്നതിനോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ രോദനം കേട്ട് കർത്താവ് ഇറങ്ങി വന്നത് അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ നയിക്കുന്നതിനുമാണ്. മോശയെ ദൗത്യം ഏൽപ്പിക്കുമ്പോഴും കർത്താവാണ് അവരെ നയിക്കുന്നത്. മോശ കർത്താവിന്റെ ദൂതനായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് മോശയോട് പറയുന്നു, ഞാൻ നിന്നെ അയക്കും, നിന്റെ കൂടെ വരും. ഒരു ഇടയനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ബോധ്യം താൻ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്നും കർത്താവ് കൂടെയുണ്ട് എന്ന തിരിച്ചറിവുമാണ്. ഇസ്രായേലിന്റെ ഇടയന്മാർ കർത്താവിന്റെ ഹിതം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ കർത്താവ് ഇടപെടുന്നതും കർത്താവ് തന്നെ ഇടയദൗത്യം ഏറ്റെടുക്കുന്നതും അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ഇടയനെ നിയോഗിക്കുന്നതുമാണ് എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ വിപ്രവാസികളായി പോയത് അവരുടെ നേതാക്കൾ അവരെ വേണ്ട വിധത്തിൽ നയിക്കാത്തത് മൂലമാണ്. അതിനാൽ അവരുടെ നേതാക്കന്മാരെ പ്രവാചകന്മാർ ശാസിക്കുന്നു. കർത്താവ് ദുർബലരുടെ ന്യായാധിപനും സംരക്ഷകനുമാണ്. ശക്തിയുള്ളതും ശക്തിയില്ലാത്തതുമായ ആടുകളുള്ള ആട്ടിൻകൂട്ടമായി ഇസ്രായേലിനെ പ്രവാചകന്മാർ ചിത്രീകരിക്കുന്നു. ഞാൻ ഒരു ഇടയനെ, എന്റെ ദാസനായ ദാവീദിനെ നിയമിക്കുമെന്നാണ് കർത്താവിന്റെ വചനം. പുതിയ ഇടയന്മാരെ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരുവനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാവീദിനെ എന്ന് എടുത്തു പറയുന്നു. ദാവീദ് രാജാവിന്റെ മരണത്തിന് ഏകദേശം 500ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നത്.
ഇത് ദാവീദ് രാജാവിനെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ദാവീദിന്റെ വംശത്തെ ഉയർത്തുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരിക്കെ ദാവീദ് വംശത്തിൽ രാജാക്കന്മാർ ഇല്ലെന്നായിരിക്കുന്ന അവസരത്തിലാണ് എസക്കിയേൽ പ്രവചിക്കുന്നത്. ഇവിടെ ദാവീദ് വംശത്തിൽ വരാനിരിക്കുന്ന രാജാവായ മിശിഹായെയാണ് ഉദ്ദേശിക്കുന്നത്. മിശിഹ സ്വജീവൻ നൽകി വീണ്ടെടുത്ത സഭയെ നയിക്കുന്നതിന് ഇടയനായി പത്രോസ്ലീഹായെ നിയമിക്കുന്ന വചനഭാഗമാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷം നൽകുന്ന വിവരണമനുസരിച്ച് മത്സ്യങ്ങളെ പിടിച്ചിരുന്ന പത്രോസിനെയും കൂട്ടരെയുമാണ് ശിഷ്യത്വത്തിലേക്ക് ആദ്യം വിളിച്ചത്. അന്ന് മിശിഹ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. പത്രോസിനെ ആ ദൗത്യം ഏൽപ്പിക്കുന്ന രംഗമാണ് ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. മിശിഹായുടെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് യോഗ്യമായിരിക്കുന്നതിന് മിശിഹ ചോദിക്കുന്ന ഏക ചോദ്യം എല്ലാറ്റിനും ഉപരിയായി എല്ലാവരെയും കാൾ തന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നൽകിയ കൽപ്പനയും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്ന കാര്യമായിരുന്നു. നിയമാവർത്തനം 6:5. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം മിശിഹ ചോദിക്കുമ്പോൾ തന്നേക്കാൾ തന്നെ അറിയാവുന്ന മിശിഹായുടെ പക്കലുള്ള സ്വയം സമർപ്പണമാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ മനസ്സിലാക്കുന്നു എന്ന മറുപടിയിലൂടെ ശ്ലീഹ വ്യക്തമാക്കുന്നത്. മിശിഹായ്ക്ക് വേണ്ടി ഇടയനാകുന്നവൻ എല്ലാറ്റിനും ഉപരിയായി മിശിഹായെ അനുകരിക്കുന്നവനും എല്ലാവിധത്തിലും അവിടുത്തെ സ്നേഹിക്കുന്നവനുമാകണം. തൻ്റെ അജഗണത്തെ പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 13, 34, 35 വചനങ്ങളിൽ നൽകിയ പുതിയ കൽപ്പനയുടെ ഓർമ്മപ്പെടുത്തലാണത്. പത്രോസ് മിശിഹായെ എല്ലാവിധത്തിലും അനുഗമിക്കും എന്ന കാര്യമാണ് തുടർന്നു വരുന്ന വചനഭാഗം. പത്രോസ് ഏറ്റെടുക്കാനുള്ള രക്തസാക്ഷിത്വത്തെ മുൻകൂട്ടി പറയുകയാണ് അവിടെ. അത് മിശിഹായോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായിരിക്കും. ഈശോയും പത്രോസും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രത്നച്ചുരുക്കം നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ്. ഇടയനായിരിക്കുക എന്നത് മിശിഹായോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പിതാവിനോടുള്ള സ്നേഹത്താൽ മിശിഹ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നതുപോലെ മിശിഹായോടുള്ള സ്നേഹത്താൽ പത്രോസും സ്വയം സമർപ്പിക്കും. ഈ ഇടയധർമ്മം വിശ്വാസികളായ എല്ലാവർക്കും ഉള്ളതാണ് എന്ന കാര്യമാണ് ലേഖനഭാഗത്തിലൂടെ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. മിശിഹായുടെ ദാനത്തിന്റെ അളവനുസരിച്ച് നാം ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നു. നാം ഓരോരുത്തരും എന്നതുകൊണ്ട് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരുമാണ്. സഭാ സമൂഹത്തിന്റെ ധർമ്മത്തെക്കുറിച്ചാണ് സ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ സഭയെക്കുറിച്ച് ഏറ്റവും ശക്തമായി എഴുതുന്നത് ഈ ലേഖനത്തിലാണ്. ഓരോ വിശ്വാസിയും തനിക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ജീവിച്ച് മിശിഹായുടെ ശരീരത്തിന്റെ സഭയുടെ പരിപോഷണത്തിനായി പ്രവർത്തിക്കണമെന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ഉയർപ്പുകാലം മിശിഹായെ അനുഭവിച്ച് ജീവിതത്തിലൂടെ മിശിഹായെ പ്രഘോഷിക്കാനുള്ള അവസരമാണ്. മിശിഹ ഏൽപ്പിക്കുന്ന ദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കിക്കൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.